ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നല്ല കൊളസ്ട്രോളിനെ കുറയ്ക്കും, ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടും. ഇങ്ങനെ സ്പെഷ്യാലിറ്റിയുള്ള ഓയിലാണ്. ഇതിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വിളക്ക് ഉപയോഗിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം. ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ആളോട് നമ്മൾ കുടിക്കാനോ കണ്ണിലുണ്ടോന്നും പറയരുത്. പല ആളുകളും ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ, ആദ്യം തന്നെ അവർ തന്നെ എന്താ കുടിക്കുക. അപ്പൊ അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് ഹോം മീറ്റിംഗിൽ ആദ്യം പോയിട്ട് ഇത് എണ്ണ കുടിക്കാന്നുള്ള പറയണം. നിങ്ങൾ പാചകത്തിന് ഉപയോഗിക്കാം, തേച്ച് കുളിക്കാം, അല്ലെ വീട്ടിൽ എണ്ണ ഉറക്കെത്തിക്കാനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ആദ്യം തന്നെ കുടിക്കുന്ന സംഭവത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രസന്റ് ചെയ്യരുത്. അവിടെ തന്നെ നിങ്ങളെ മാർക്കറ്റിൽ പോകും. ഇയാൾക്ക് യാതൊരു നോളജിന്റെ ആളാന്നുള്ളൊരു മൈൻഡ് അവിടെ പെട്ടെന്ന് വരും. കാരണം അതിന്റെ ഭാഗത്തെ പിന്നീട് അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. 1300 ml പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സാധനത്തിൽ ഇവിടെ പിന്നെ 1 ലിറ്റർ മതി. ഇതില് പറ്റ് കുറവാണ്. അത് ചുട്ടെടുത്ത പോലെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള ഇതിന്റെ പേരിൽ ധാരാളം അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. HACCP അംഗീകാരമാണ്. HACCP ഇപ്പൊ അവർക്ക് അറിയണമെന്നൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. HACCP എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള എണ്ണയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ എണ്ണ ഇന്ന് നമുക്കറിയാം. ഇന്ന് മാർക്കറ്റിൽ എത്ര രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്? നല്ല വെളിച്ചെണ്ണ 450 കൂട്ടിക്കോ. 450, 500 പല റേഞ്ചിലുണ്ട്. 450 രൂപയ്ക്ക് വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുമ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ MRP 250 അല്ലെ, 208. എത്ര വ്യത്യാസം വന്നു? 42 രൂപ നമ്മൾ MRP DP ഗ്യാപ്പ് തന്നെ ഉണ്ട് അല്ലെ. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമ്മള് 42x12 അല്ലെ, ഒരു 12 ആൾക്കാരെയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. 504 അല്ലെ, 504 30 ദിവസം തുടർന്നാൽ നമുക്ക് 15,120 രൂപ MRP DP ഗ്യാപ്പിൽ നമുക്ക് ഇതിന്റെ MRP DP വ്യത്യാസം 42 ആണ്. പറഞ്ഞോളൂ. അവിടെ എഴുതാണ്ട് ക്ലിയർ കുറച്ചുകൂടി വലുതാക്കി എഴുതാം. അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ MRP അതായത് ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുള്ള മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ് 250. ഇത് നമ്മുടെ ആസിഡ് ഷോപ്പിൽ ID ഉള്ള ഒരാൾക്ക് എത്ര രൂപ കിട്ടും? 208 നമുക്ക് കിട്ടും അല്ലെ. ഒരൊറ്റ എണ്ണ അല്ലെ, മാർക്കറ്റിലുള്ള 450 രൂപയുടെ എണ്ണയാണ് നമ്മളിവിടെ 208 കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് പരിചയപ്പെടുത്തിയാൽ നമുക്ക് 42 കിട്ടും. നമ്മൾ ഒരു ദിവസം ഒരു 12 ആളെ പരിചയപ്പെടുത്തിയാൽ 504 രൂപ ഉണ്ടാക്കാൻ ഒരു 12 ആൾക്ക് ഈ ഒരു ശുദ്ധമായ ഒരു എണ്ണ കൊടുത്താൽ നമുക്ക് 504 കിട്ടും. അത് 30 ദിവസം തുറന്നാൽ 15,120 രൂപ MRP DP ഗ്യാപ്പിൽ മാത്രം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു PV 77 ആണ് അതിന്റെ PV അല്ലെ. 77 12 പീസാണ് നമ്മൾ ഒരു ദിവസം വിൽക്കുന്നത്. 924. അത് നമ്മളൊരു 30 ദിവസം തുടർന്നാൽ 27,720 PV ആണുള്ളത്. അതെന്നുള്ളത് നോക്കൂ, അതില് 7% ഉള്ളത് 1940. അതായത് MRP DP ഗ്യാപ്പിന്റെ വകയിൽ നമുക്ക് 15,120, 1940 അതിന്റെ PV വക. ഇനി നേരത്തെ പറഞ്ഞ ഓരോ 6 മാസം കഴിയുമ്പോഴും 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അത് 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 5,000 ഡിവൈഡ് ബൈ 6 833 അങ്ങനെയുണ്ട് അല്ലെ. 833. കൂടാതെ ഓരോ 6 മാസം കഴിയുമ്പോൾ ഈ രീതിയിൽ 25,000 PV ചെയ്യുന്ന വ്യക്തികൾക്ക് 12,500 രൂപ കിട്ടും അല്ലെ. അതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,083. അപ്പൊ 2,083 കൂടെ ഓരോ മാസവും കിട്ടുന്നതാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ 19,976 രൂപ ഉണ്ടാക്കാൻ അനദർ പ്രൊഡക്റ്റ്, അതായത് എണ്ണ അല്ലേ. അപ്പോ ഒരു എണ്ണയും ഒരു ചായപ്പൊടിയും കൊണ്ട് ഇറങ്ങിയാൽ അല്ലേ. ഇത് പോട്ടെ, ഞാൻ പറയണത് ഇപ്പൊ നമ്മൾ 12 പീസ് തോന്നില്ലേ, അത് നിങ്ങൾ അതിനെ പറഞ്ഞു ആയിക്കോളൂ, 6 പീസ് ആയിക്കോളൂ, എന്നാലും അതിന്റെ വലിയ കിട്ടില്ലേ അല്ലേ.
നമ്മൾ ഒരുപക്ഷെ എല്ലാ ദിവസവും 12 ചെയ്യണമെന്നില്ല അല്ലെ. അതിന്റെ പകുതി ആക്കിയാൽ പോലും എന്നെ എത്രയും ടോട്ടൽ 47,156 അതായത് രണ്ടും കൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് എണ്ണയുടെ വിൽപ്പനയും ചായപ്പൊടിയുടെ വിൽപ്പനയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 47,156. അതിനെ നിങ്ങൾ പകുതിയാക്കിക്കൊള്ളൂ, വേണ്ട 1/3 ആക്കിക്കൊള്ളൂ അല്ലെ. 1/3 ആക്കിയാൽ പോലും അപ്പോഴും നമുക്കൊരു 15,000 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാം. ആളുകൾ പറയുന്ന ആർസിന്റെ പൈസ ഇല്ലെന്നാണ് അല്ലെ. പ്രൊമോട്ട് ചെയ്യാതെ വെറുതെ പൈസ കിട്ടുമോ? അപ്പോ ഈ രണ്ട് പ്രൊഡക്റ്റ് അതായത് സെല്ലിങ്ങിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. സെല്ലിംഗ് ഈസ് നോട്ട് കമ്പൽസറി. നമ്മള് ആളുകളോട് ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ വീടുകളിലെ സെല്ലിംഗ് പറയുമ്പോൾ